അഭിനയ പ്രാധാന്യമില്ലാത്ത, വേഷ സമയങ്ങളില്ലാത്ത, ഭാവവ്യത്യാസങ്ങളും ശബ്ദവ്യത്യാസങ്ങളും മാത്രമുള്ള ആഗോള അവതരണ കലാരൂപമാണ് റീഡിംഗ് തിയേറ്റർ. കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ താലൂക്കിലും പുറത്തുമായി റീഡിംഗ് തിയേറ്റർ അവതരിപ്പിച്ചു വരികയാണ്. എന്തിനാണ് റീഡിംഗ് തിയേറ്റർ അവതരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ലൈബ്രറികളിലെ പുസ്തകങ്ങൾ, അതിൻ്റെ ആശയങ്ങൾ അത് വായനക്കാരിലേക്ക് അതിവേഗത്തിൽ സന്നിവേശിപ്പിക്കുന്നതിനും ഒപ്പം നമുക്ക് പറയാനുള്ള ചില രാഷ്ട്രീയങ്ങൾ സാംസ്കാരികമായി അത് മനുഷ്യനിലേക്ക് എത്രയും വേഗത്തിൽ സന്നിവേശിപ്പിക്കുവാനും, അതൊരു പുസ്തകമാണെങ്കിൽ ആ പുസ്തകത്തിൻ്റെ വായനയിലേക്ക് മനുഷ്യനെ ആകർഷിക്കുവാനും വേണ്ടിയിട്ടാണ് റീഡിംഗ് തിയേറ്റർ എന്ന സംവിധാനം നടത്തി വരുന്നത്. അത്തരത്തിൽ കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്ന തമിഴ് എഴുത്തുകാരനായ ജയമോഹന്റെ 100 സിംഹാസനങ്ങൾ എന്ന പുസ്തകത്തിന്റെ റീഡിംഗ് തിയേറ്റർ അവതരണമാണ് ഇവിടെ നടക്കുന്നത്. ഇതിവിടെ അവതരിപ്പിക്കുന്ന 4 പേർ, ഇവർ 4 പേരും അധ്യാപകരാണ്. റസീന NS, ഷാജു ഐക്കാടൻ, ജെ സുധീർ, ജിഷ്ണുരാജ്. ഇവർ 4 പേരുമാണ് ഇതിന്റെ കഥാപാത്രങ്ങളായി ഈ റീഡിംഗ് തിയേറ്റർ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. റീഡിംഗ് തിയേറ്റർ അവതരണത്തിലേക്ക് കടക്കുന്നു. പ്രിയമുള്ളവരെ, കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ അവതരിപ്പിക്കുന്ന റീഡിംഗ് തിയേറ്ററിലേക്ക് സ്വാഗതം. ഇന്നിവിടെ അവതരിപ്പിക്കുന്ന പുസ്തകം തമിഴ് എഴുത്തുകാരനായ ജയമോഹന്റെ 100 സിംഹാസനങ്ങൾ. നായാടി സമുദായത്തിൽ ജനിച്ച് തൻ്റെ അമ്മയോടൊപ്പം ഭിക്ഷയെടുത്ത് ജീവിച്ച് പിന്നീട് ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ പ്രജാനന്ദ സ്വാമിയുടെ ശിക്ഷണത്തിൽ വളർന്ന് IAS പരീക്ഷ എഴുതി പാസ്സായ ധർമ്മപാലനാണ് ഈ കഥയിലെ നായകൻ. എഴുത്തു പരീക്ഷ പാസ്സായി ഇന്റർവ്യൂവിനായി എത്തുമ്പോൾ ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങളിൽ നിന്നും ധർമ്മപാലൻ നേരിട്ട ചില വിചിത്രമായ ചോദ്യങ്ങളും അതിന് അയാൾ നൽകിയ മറുപടിയും അടങ്ങുന്ന 1-ാം അധ്യായത്തിലെ അവസാന ഭാഗമാണ് റീഡിംഗ് തിയേറ്റർ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. 100 സിംഹാസനങ്ങൾ. നിങ്ങളുടെ ജാതി? ഗോത്രവർഗത്തിൽ നായാടി. വരും. നിങ്ങൾ മലയിൽ ജീവിക്കുന്നവരാണ്? അല്ല സർ. എന്താണ് നിങ്ങളുടെ ജാതിക്കാരുടെ പ്രത്യേകത? തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവലിൽ എൻ്റെ വർഗത്തെ പറ്റി പറഞ്ഞിട്ടുള്ള ഭാഗം ഇങ്ങനെയാണ് സർ. ഞങ്ങൾ നായാടികൾ, അലഞ്ഞു തിരിയുന്ന കുറവരാണ്. ഞങ്ങളെ കണ്ടാൽ അയിത്തമാണെന്നായിരുന്നു വിശ്വാസം. അതുകൊണ്ട് പകൽ വെട്ടത്തിൽ സഞ്ചരിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ലായിരുന്നു. ഞങ്ങളെ നേർക്കുനേർ കണ്ടാൽ ഉടൻ തന്നെ ഉയർന്ന ജാതിക്കാർ ഒച്ചയും ബഹളവും ഉണ്ടാക്കി ആളെ കൂട്ടി ചുറ്റി വളച്ച് കല്ലെടുത്തെറിഞ്ഞ് കൊല്ലുകയാണ് പതിവ്. അതുകൊണ്ട് ഞങ്ങൾ പകൽ മുഴുവൻ കാടിൻ്റെ ഉള്ളിൽ ചെടികളുടെ ഇടയ്ക്ക് കുഴി തോണ്ടി അതിൽ കുഞ്ഞു കുട്ടികളുമായി പന്നികളെ പോലെ ഒളിച്ചിരിക്കുകയാണ് പതിവ്. രാത്രി പുറത്തേക്കിറങ്ങി ചെറു പ്രാണികളെയും പട്ടികളെയും നായാടി പിടിക്കും. ഞങ്ങൾ മൂദേവിയുടെ അംശമുള്ളവരാണെന്ന് വിശ്വാസമുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് തവിട്, എച്ചിൽ ഭക്ഷണം, ചീഞ്ഞ വസ്തുക്കൾ തുടങ്ങിയവ ചിലർ വീട്ടിൽ വളരെ അകലെ കൊണ്ടുവയ്ക്കുന്ന പതിവുമുണ്ട്. ഞങ്ങൾ കയ്യിൽ കിട്ടുന്നത് എന്തും തിന്നും. പുഴുക്കൾ, എലികൾ, ചത്തുപോയ ജീവികൾ എല്ലാം ചുട്ടു തിന്നും. മിക്കവാറും പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും പച്ചയായി തന്നെ കഴിക്കും. പൊതുവെ ഞങ്ങൾ കുറിയ കറുത്ത മനുഷ്യരാണ്. നീളമുള്ള വെളുത്ത പല്ലുകളും വലിയ വെളുത്ത കണ്ണുകളുമുള്ളവർ. ഞങ്ങളുടെ ഭാഷ പഴന്തമിഴാണ്. ഞങ്ങൾക്കൊരു കൈത്തൊഴിലും അറിയില്ല. ഞങ്ങളുടെ കയ്യിൽ സ്വന്തമായി യാതൊരു വസ്തുക്കളും ഉണ്ടായിരിക്കില്ല. നായാടികൾക്ക് സ്ഥിരമായ പാർപ്പിടം ഇല്ല എന്നതുകൊണ്ട് തന്നെ ഞങ്ങളെ ഒരിടത്തും സ്ഥിരമായി കാണാൻ കഴിയുകയുമില്ല. തിരുവിതാംകൂറിൽ മൊത്തം ഞങ്ങൾ എത്ര പേരാണുള്ളതെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല.
ഞങ്ങളെ കൊണ്ട് സർക്കാരിനും യാതൊരു വരുമാനവുമില്ല. ഇതാണ് സാർ സ്റ്റേറ്റ് മാനുവൽ ഞങ്ങളുടെ ജാതിയെ പറ്റി പറയുന്നത്. നിങ്ങളുടെ ജാതി ഇപ്പൊ എങ്ങനെയുണ്ട്? മുന്നോട്ട് വന്നിട്ടുണ്ടോ? ഇല്ല, മിക്കവാറും എല്ലാവരും തന്നെ ഇപ്പോഴും ഭിക്ഷയെടുത്താണ് കഴിയുന്നത്. തെരുവിലാണ് ജീവിക്കുന്നത്. നഗരങ്ങൾ ഉണ്ടായപ്പോൾ നായാടികൾ നഗരത്തിലെത്തി അവിടെയുള്ള തെരുവ് ജീവികളിൽ ലയിക്കുകയാണ് ഉണ്ടായത്. മിക്കവാറും ആളുകൾ ഇന്ന് തമിഴ്നാട്ടിലാണ് സർ. എന്നിട്ട് താങ്കൾ മുന്നോട്ട് വന്നിട്ടുണ്ടല്ലോ. സിവിൽ സർവീസ് പരീക്ഷ എഴുതി ജയിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതാ ഇവിടെ ഇരിക്കുകയും ചെയ്യുന്നു. എനിക്കൊരു വലിയ മനുഷ്യന്റെ സഹായം കിട്ടി. അംബേദ്കറിന് കിട്ടിയതുപോലെ. അതെ സർ, അംബേദ്കറിന് കിട്ടിയതുപോലെ. ഇനിയൊരു ഊഹച്ചോദ്യം. നിങ്ങൾ ഓഫീസറായി പണിയെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വിധി പറയേണ്ട ഒരു കേസിൽ ഒരു ഭാഗത്ത് ന്യായവും മറുഭാഗത്തൊരു നായാടിയും ഇരുന്നാൽ നിങ്ങൾ എന്ത് തീരുമാനമാണ് എടുക്കുക? സർ, ന്യായം എന്ന് വെച്ചാൽ എന്താണ്? വെറും നിയമങ്ങളും സമ്പ്രദായങ്ങളുമാണോ ന്യായത്തെ തീരുമാനിക്കുന്നത്? ന്യായം എന്ന് പറഞ്ഞാൽ അതിന്റെ കാതലായി ഒരു ധർമ്മം ഉണ്ടായിരിക്കണം. ധർമ്മങ്ങളിൽ ഏറ്റവും വലുത് സമത്വം തന്നെ. അതാണ് ഏറ്റവും വിശുദ്ധമായത്. ഒരു നായാടിയെയും മറ്റൊരു മനുഷ്യരെയും രണ്ടു വശത്ത് നിർത്തുകയാണെങ്കിൽ സമത്വം എന്ന ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ക്ഷണം തന്നെ നായാടി അനീതിക്കിരയായവനായി മാറിക്കഴിഞ്ഞു. അവൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ നിരപരാധിയാണ് സർ. അതൊരു കൊലപാതകമാണെങ്കിലോ മിസ്റ്റർ ധർമ്മപാലൻ? കൊലപാതകമാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? സർ, കൊലപാതകം തന്നെയായാലും ഒരു നായാടി അവനോട് അനീതി കാട്ടിയിട്ടുള്ളത്. ഏതാണ്ട് 5 നിമിഷത്തോളം മുറിയിൽ നിശബ്ദതയായിരുന്നു. കടലാസുകൾ മറിയുന്ന ശബ്ദം, പിന്നെ ചെറിയൊരു നെടുവീർപ്പോടെ ആദ്യം ചോദ്യങ്ങൾ ചോദിച്ചയാൾ 1-2 പൊതുവായ ചോദ്യങ്ങൾ ഉന്നയിച്ചു. അതോടെ ഇന്റർവ്യൂ കഴിഞ്ഞു. ധർമ്മപാലന്റെ വിധി എഴുതപ്പെട്ടു കഴിഞ്ഞു എന്ന് തന്നെ അയാൾ ചിന്തിച്ചു. പക്ഷേ അയാളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു നിറവിന്റെ ഭാരമുണ്ടായിരുന്നു. നേരെ അയാൾ ക്യാൻറ്റീനിലേക്ക് ചെന്ന് ഒരു കോഫി വാങ്ങി. അതെടുത്തുകൊണ്ട് കണ്ണാടി ജനാലയുടെ അടുത്തുള്ള മേശയിൽ ചെന്നിരുന്ന് പതുക്കെ മുത്തിക്കുടിച്ചു. ചായ കുടിച്ചുകൊണ്ടിരുന്ന അയാളുടെ മുന്നിൽ മറ്റൊരാൾ വന്നിരുന്നു. അത് ധർമ്മപാലനെ ഇന്റർവ്യൂ ചെയ്ത കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു. ഐ ആം സെൻഗുപ്ത. വൈകുന്നേരം വരെ ഇന്റർവ്യൂ ഉണ്ട്. ഒരു ചെറിയ ഇടവേള. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഒരാളൊഴിച്ച് മറ്റുള്ളവർ മുഴുവൻ നല്ല മാർക്കാണ് നിങ്ങൾക്ക് ഇട്ടിരിക്കുന്നത്. ഇതിപ്പോൾ സർക്കാർ രഹസ്യമാണ്. നിങ്ങളെ കണ്ടതുകൊണ്ട് പറഞ്ഞു പോയതാണ്. നന്ദി സർ, വളരെയധികം നന്ദി. സാരമില്ല. ഞാൻ ആ ചോദ്യം ചോദിച്ചത് വെറുമൊരു കുസൃതി കൊണ്ട് മാത്രമാണ്. അത്തരം ചോദ്യങ്ങളാണ് എല്ലാവരോടും ഉണ്ടാവുക. അതിനുള്ള ഉത്തരവ് എല്ലാവർക്കും അറിയാം. സത്യം, ധർമ്മം, സേവനം, രാഷ്ട്രനന്മ എല്ലാ ചവറും നമുക്ക് വേണമല്ലോ. നിങ്ങൾ പറഞ്ഞ ഉത്തരം മാനേജ്മെന്റ് എത്തിക്സ് വെച്ച് നോക്കിയാൽ വളരെ തെറ്റാണ്. പക്ഷേ നിങ്ങളത് വളരെ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത്. വളരെ നല്ല വാക്കുകളിൽ അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഞാൻ ഒഴിച്ച് മറ്റാരും നല്ല മാർക്കിടില്ല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഒരാളൊഴിച്ച് എല്ലാവരും നല്ല മാർക്കിട്ടിരുന്നു. ഞാൻ മാർക്കിട്ടതിന്റെ അതേ കാരണം കൊണ്ട് തന്നെയെന്ന് തോന്നുന്നു. ഓക്കെ, നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ ബന്ധപ്പെടുക. ഞാനും കഴിയുന്നത്ര പുരോഗമനവാദിയായി തന്നെ കഴിയാനാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ വന്ന് എന്റെ മോളെ പെണ്ണ് ചോദിക്കുന്ന ഘട്ടം വരെ മാത്രം. ചെറുപ്പക്കാരാ, നീ ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഈ പണിക്ക് വന്നതിൽ നീ ചിലപ്പോൾ ദുഃഖിക്കും. എങ്കിലും നിനക്ക് അഭിവാദ്യങ്ങൾ, അനുമോദനങ്ങൾ. പിന്നെ നിന്നെ ആരാണ് പഠിപ്പിച്ചതെന്നാ പറഞ്ഞത്? സ്വാമി പ്രജാനന്ദൻ നാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്നു. നേരെ ശിഷ്യനാണോ? അല്ല, നാരായണ ഗുരുവിന്റെ ശിഷ്യനായ ഏണസ്റ്റ് ക്ലർക്കിന്റെ ശിഷ്യനാണ്. അപ്പം ഏണസ്റ്റ് ക്ലർക്ക് സാഹിബാണോ? അതെ, ബ്രിട്ടീഷുകാരനാണ്. തിയോസഫിക്കൽ സൊസൈറ്റിയിലായിരുന്നു. പിന്നെ വർക്കലയിലേക്ക് വന്ന് നാരായണ ഗുരുവിന്റെ ശിഷ്യനായി. ഗുരു സമാധിയായതിനു ശേഷം തിരുവനന്തപുരത്ത് നാരായണ മന്ദിർ എന്നൊരു സ്ഥാപനം നടത്തിയിരുന്നു. വേദാന്തത്തിന് വേണ്ടി ലൈഫ് എന്നൊരു പ്രസിദ്ധീകരണവും കൊണ്ടുവന്നിരുന്നു. 942 കോയമ്പത്തൂരിലേക്ക് പോയി അവിടെ നാരായണ ഗുരുവിന്റെ പേരിൽ ഒരു ആശ്രമം നടത്തി. പിന്നെ വാർത്തയൊന്നുമില്ല. എനിക്കും വേദാന്തത്തിൽ ചെറിയൊരു താല്പര്യമൊക്കെ ഉണ്ട്. വിവേകാനന്ദൻ എൻ്റെ സ്വന്തം ഗ്രാമത്തിലാണ് ജനിച്ചത്. പ്രജാനന്ദ സ്വാമി ക്ലർക്കിന്റെ ഒപ്പം തിരുവനന്തപുരം ആശ്രമത്തിൽ ഉണ്ടായിരുന്നു. ക്ലർക്ക്
കോയമ്പത്തൂരിലേക്ക് പോയതിനു ശേഷം കുറേ ദിവസം അദ്ദേഹമാണ് ആ സ്ഥാപനം നടത്തിയത്. പ്രജാനന്ദൻ ഇപ്പോഴുമുണ്ടോ? ഇല്ല, സമാധിയായി 982. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് കേശവ് പണിക്കർ എന്നാണ്. ഏണസ്റ്റ് ക്ലർക്കിന്റെ അദ്ദേഹത്തിന് കാഷായം കൊടുത്തു പ്രജാനന്ദനാക്കിയത്. ക്ലർക്ക് സന്യാസിയായിരുന്നോ? അതെ, നാരായണ ഗുരുവിന്റെ ഏക അന്യനാട്ടു ശിഷ്യൻ അദ്ദേഹമാണ്. പലരുടെയും പേര് മാറ്റിയ ഗുരു ക്ലർക്കിന്റെ പേര് മാത്രം മാറ്റിയില്ല. അതൊരു ആശ്ചര്യം തന്നെ. നാരായണ ഗുരുവിനെ പറ്റി ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട്. ശരി, എന്നാൽ കാണാം. പക്ഷേ സർ, അല്ല, ഓക്കെ പറയൂ സർ. അല്ല, എനിക്ക് നിന്നെ വിഷമിപ്പിക്കാൻ താല്പര്യമില്ല. ഇല്ല സർ, എന്താണെങ്കിലും പറയൂ. അല്ല, നിനക്ക് ഒരു നല്ല അധ്യാപകനാകാമായിരുന്നു, ഒരു നല്ല ഡോക്ടർ ആകാമായിരുന്നു, ഒരുപക്ഷെ നല്ല രാഷ്ട്രീയക്കാരൻ പോലും ആകാമായിരുന്നു. ഇത് നിനക്ക് നല്ല രംഗമാണോ എന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല ഇത്. ആ, നോക്കാം. അപ്പൊ ശരി, ഓക്കെ സർ. സെൻഗുപ്ത എന്താണ് പറഞ്ഞതെന്ന് ധർമ്മപാലൻ അതിനുശേഷം ഓരോ ദിവസവും അറിയുകയായിരുന്നു. എങ്ങും എപ്പോഴും അയാൾ വെളിയിൽ നിർത്തപ്പെട്ടു. IAS ട്രെയിനിങ് എന്നത് ഒരു സാധാരണ മനുഷ്യന് ഞാൻ ഭരിക്കാൻ വേണ്ടി ജനിച്ചവൻ എന്ന മിഥ്യാധാരണയെ ഉണ്ടാക്കാനുള്ളത് മാത്രമാണ്. പക്ഷേ ധർമ്മപാലനോട് അത് ആരും പറഞ്ഞില്ല. അയാളോട് പറഞ്ഞ ഓരോ വാക്കിനും നീ അതല്ല എന്നു മാത്രമായിരുന്നു പൊരുൾ. ഞങ്ങളുടെ കരുണ കൊണ്ട്, ഞങ്ങളുടെ നീതിബോധം കൊണ്ട് നീ ഇവിടെ വന്ന് ഞങ്ങൾക്കൊപ്പം ഇരിക്കുന്നു. അതിനാൽ നീ ഞങ്ങൾക്ക് ആശ്രിതനായിക്കൊള്ളുക. ഞങ്ങളോട് നന്ദിയോട് കൂടിയിരിക്കുക. ധർമ്മപാലൻ തമിഴ്നാട്ടിലേക്കാണ് നിയമിക്കപ്പെട്ടത്. ആദ്യ ദിവസം തന്നെ താൻ ആരാണെന്നവർ അയാളോട് പറഞ്ഞു. തലേനാൾ അയാൾ മേലധികാരിയെ കണ്ട് സംസാരിച്ചു മടങ്ങുമ്പോൾ അയാളുടെ മുറി കണ്ടിരുന്നു. പിറ്റേ ദിവസം അയാൾ മുറിയിലേക്ക് കടന്നു ചെന്നപ്പോൾ പുതിയ കസേരയാണ് കണ്ടത്. മുൻപ് അവിടെ ഉണ്ടായിരുന്ന പൊക്കം കൂടിയ സിംഹാസനം പോലെയുള്ള കസേര നീക്കം ചെയ്യപ്പെട്ടിരുന്നു. പകരം ഒരു പഴയ കസേരയായിരുന്നു ഉണ്ടായിരുന്നത്. പലർ ഇരുന്ന് തളർന്ന ചൂരൽ കസേരയിൽ ഇരിക്കുമ്പോൾ അയാളുടെ ദേഹം വിറയ്ക്കുകയായിരുന്നു. ആ പഴയ കസേരയെ പറ്റി ചോദിക്കാൻ വെപ്പിയ നാവിനെ അയാൾ തന്റെ മുഴുവൻ മനഃശക്തിയും ചെലുത്തി അടക്കി പിടിച്ചു. ആ മുറിയിലേക്ക് കടന്നു വന്ന് അയാൾക്ക് നമസ്കാരം പറഞ്ഞ ഓരോരുത്തരുടെ കണ്ണിലും അയാൾ കണ്ടത് ഒറ്റ വാക്കാണ്: നീ അതാണ്. ധർമ്മപാലന് തന്റെ കസേരയ്ക്കായി പൊരുതാമായിരുന്നു. എന്നാൽ അതവർ അയാളുടെ അല്പത്തരമായി വ്യാഖ്യാനിക്കും. അയാളത് കണ്ടില്ലെന്ന് നടിച്ചു. അതിനെ അവർ അയാളുടെ ബലഹീനതയായിട്ട് മനസ്സിലാക്കി. അയാൾ പെൻജിലം പോലെ നിന്ന് ഊഞ്ഞാലിലാടി. പിന്നെ അതിനെപ്പറ്റി ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു. ഹെഡ് ക്ലർക്കിനെ തൻ്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി. അയാളുടെ കണ്ണുകൾ കണ്ടപ്പോൾ തന്നെ അത് ധർമ്മപാലൻ തിരിച്ചറിഞ്ഞു. അത് അയാളെടുത്ത തീരുമാനമല്ല. അയാൾ ഒരു വ്യക്തിയല്ല. ആ ചെറിയ കണ്ണുകളിൽ ഒരു ചിരി മിന്നിമാഞ്ഞുവോ? അതോ അത് ധർമ്മപാലന്റെ തോന്നലായിരുന്നു? പക്ഷേ പിന്നീട് ധർമ്മപാലന്റെ ജീവിതത്തിൽ ഒരിക്കലും അതിൽ നിന്ന് അയാൾ മോചിതനായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, കുറച്ചു കാലം മുന്നേയുള്ള കഥയാണ് 100 സിംഹാസനങ്ങൾ പറയുന്നതെങ്കിലും നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നിലനിൽക്കുന്ന കൊടിയ ജാതീയതയെ തുറന്നു കാട്ടുന്ന പുസ്തകമാണിത്. സർക്കാർ ഔദ്യോഗിക പദവിയുടെ ഏറ്റവും ഉന്നത ശ്രേണിയിൽ ഇരിക്കുമ്പോഴും ഒരു താഴ്ന്ന ജാതിക്കാരൻ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളുടെ നേർസാക്ഷ്യം. ഏറ്റവും വലിയ പുരോഗമനം പറയുന്നവരാണ് നമ്മൾ മലയാളികൾ. എങ്കിലും നമ്മുടെ ഉള്ളിലും അറിയാതെ അടിഞ്ഞുകൂടി ഇപ്പോഴും അവശേഷിക്കുന്ന ജാതിബോധത്തെ തിരിച്ചറിയുവാൻ ഈ പുസ്തകത്തിൻ്റെ വായന നമ്മെ സഹായിക്കും. 90 രൂപ മാത്രം വിലയുള്ള, എന്നാൽ വിലമതിക്കാനാവാത്ത മൂല്യങ്ങളുള്ള വെറും 71 പേജുകൾ മാത്രമുള്ള ഒറ്റ ഇരിപ്പിന് വായിച്ചു തീർക്കാൻ കഴിയുന്ന ഈ പുസ്തകം മാനവികതയുള്ള ഓരോ മലയാളിയും വായിച്ചിരിക്കേണ്ട ഒന്നാണ്. ജയമോഹന്റെ 100 സിംഹാസനങ്ങൾ. നിങ്ങൾ ഓരോരുത്തരും ഇത് വായിക്കണമെന്നും വിലയിരുത്തണമെന്നും ചർച്ച ചെയ്യണമെന്നും കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഈ റീഡിംഗ് തിയേറ്ററിലൂടെ ആവശ്യപ്പെടുകയാണ്. നന്ദി, സ്നേഹം.